ദർശന ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ്. ദർശന സർവീസ് സൊസൈറ്റി ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് തുടക്കമായി. കൈകോർക്കാം ചേർത്തു നിർത്താം എന്ന ആപ്തവാക്യവുമായി തൃശൂർ ജില്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഡാപ്റ്റഡ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് നൽകുക എന്ന പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് തൃശൂർ ജില്ലയിലെ മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിൽ തുടക്കമായി. ഇതേ പദ്ധതി പ്രകാരം 1ഉം 2ഉം ഘട്ടത്തിൽ 50-ലധികം ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കിയിരുന്നു. 29/1/2026 വ്യാഴാഴ്ച ഉച്ചയോടുകൂടി തൃശൂർ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീ പ്രദീപ് കെ, ശ്രീ ബിനോജ് എസ്, ശ്രീ നെവിൻ, ശ്രീ ഷാജിമോൻ എന്നിവർ മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂളിൽ എത്തിച്ചേർന്ന് ലേണിംഗ് ടെസ്റ്റ് നടപടികൾ ആരംഭിച്ചു. തുടർന്ന് 4 മണിയോടുകൂടി ലേണിംഗ് ടെസ്റ്റ് സമാപിച്ചു. അതിനുശേഷം ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. അതിനെ തുടർന്ന് ലേണിംഗ് ടെസ്റ്റ് പാസ്സായ 8 പേർക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷയായി മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ മേഴ്സി പോൾ SD ഈ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെയും ഭാഗമാകുവാൻ സാധിച്ചതിൽ സിസ്റ്റർ അതിയായ സന്തോഷം രേഖപ്പെടുത്തി. ഉദ്ഘാടന കർമ്മം ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI നിർവഹിച്ചു. ഭിന്നശേഷിക്കാരും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടെയാണ് ദർശന സർവീസ് സൊസൈറ്റി 3ാം ഘട്ടവും പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സഹകരിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന മുണ്ടൂർ നിർമ്മൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പാളിനും മാനേജ്മെന്റിനും ഈ അവസരത്തിൽ സോളമൻ അച്ഛൻ പ്രത്യേകം നന്ദി അറിയിച്ചു സംസാരിച്ചു. ദർശന സർവീസ് സൊസൈറ്റി മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ്, ദർശന കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ എന്നിവർ സന്നിഹിതരായിരുന്നു. ദർശന സർവീസ് സൊസൈറ്റി PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം, ഡ്രൈവിംഗ് ലൈസൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ കുമാരി ലീന MJ നാട്ടിക എന്നിവരും ഐക്യത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ സജീവമായി സഹകരിച്ചു. ഈ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. ഇത്തരം ഉദ്യമങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ശ്രീമതി ലീന പ്രബിൻ നന്ദി പറഞ്ഞ് പ്രോഗ്രാം സമാപിച്ചു. വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം, ദർശന ഭവൻ, മരിയാനഗർ, ഒല്ലൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.